ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് L&Tയുടെ സ്റ്റോക്കാണ്. L&Tയുടെ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന് സാധ്യത എന്തൊക്കെയാണ്, ഇപ്പം ബൈ ചെയ്യാൻ പറ്റിയ സോണാണോ, ബൈയിങ് എവിടെ തൊട്ട് തുടങ്ങാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ L&T ഏകദേശം ഒരു 1 ഇയർ ഗ്യാപ്പിൽ ഏകദേശം ഒരു 4000 പോയതാണ്. 4400 എന്നാണ് ഇപ്പോൾ 3800 എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഡിപ്പ് വന്നത്, അല്ലെങ്കിൽ ഒരു 4200 കിടന്ന സാധനം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ Q4 റിസൾട്ട് ഒരു 3% ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു താഴേക്ക് ഇത് ഇറങ്ങി തുടങ്ങിയത്. പക്ഷേ ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു 7% പ്രോഫിറ്റ് കൂടുതലാണ്, റവന്യൂ പ്രോഫിറ്റ് കൂടുതലാണ് അവർക്ക്. പക്ഷേ ഈ ക്വാർട്ടറിൽ Q4 റിസൾട്ട് വന്നപ്പോൾ അതിനകത്തൊരു 3% ഡിപ്പ് ഉണ്ടായി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഗ്രാജുവലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 4700 4200 റേഞ്ചിൽ ആൾക്കാർ ബൈ ചെയ്ത് സെല് ചെയ്ത് തുടങ്ങി, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങി, അങ്ങനെ താഴേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ഇപ്പം നമ്മൾ നിൽക്കുന്ന റേഞ്ച് 4880 അല്ലെങ്കിൽ 4900 റേഞ്ച് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. അപ്പം നമുക്ക് ബൈ ചെയ്യേണ്ട ആൾക്കാർക്ക് ഈ ഒരു സോൺ വാച്ച് ചെയ്തിട്ട് അത് അവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണോ അത് നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ ബൈ എടുക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു റേഞ്ചിൽ വരുമ്പോഴെല്ലാം നേരത്തെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാറ്റേൺ തിരിച്ച് റിവേഴ്സ് ബൈ സൈഡിലേക്ക് പോയിട്ടുള്ളതാണ് കാണുന്നത്. എത്ര തവണ, ഇപ്പം മൂന്നാമത്തെ തവണയാണ് റീടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം വന്നു, രണ്ടാമത്തെ ടൈം വന്നു, റീടെസ്റ്റ് ചെയ്തു, തേർഡ് ടൈം ഇവിടെ ഒരു റീടെസ്റ്റിങ്ങിന് ശേഷം ഇത് പതിയെ മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അതിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ നേരത്തെ ഹിസ്റ്ററി പറയുന്നതും ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അത്യാവശ്യം നല്ല സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബൈയിങ് അക്യുമുലേഷൻ എത്രത്തോളമാണ് വരുന്നത്, ഇപ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്കിലൊന്നും ഇവിടെ ഒരു ബൈയിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു 1 or 2 ഡേയ്സിൽ നടന്നിരിക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് ഇവിടെ ബൈയിങ് അക്യുമുലേഷൻ നടത്തിയിട്ട് മാത്രമായിരിക്കും കയറി പോവുക. അത് ഇതുപോലെ നോക്കുക, ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ ഇറങ്ങി വന്നു, കുറച്ച് ദിവസം കൂടെ, കുറച്ച് ടൈംസിലൂടെ കൺസൾട്ടേഷൻ ചെയ്തു ബൈയേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്ത ശേഷമായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അത് പറയാൻ വേറൊരു സപ്പോർട്ട് കൂടെ ഉണ്ട്. അത് പറയാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പാറ്റേൺ ഇങ്ങനെയാണെങ്കിലും ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വരുന്ന അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷറിലാണ് ഇറങ്ങി വരുന്നത്. നല്ല സെല്ലേഴ്സ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുറേ കൂടുതൽ ബൈയേഴ്സ് ഇവിടെ ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റീ എൻട്രി എടുക്കാനും പറ്റും. ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബൈയിങ് അക്യുമുലേഷൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു ബൈയിങ് അക്യുമുലേഷൻ ശേഷം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവാൻ പറ്റും, ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് ഒരു പെർഫെക്റ്റ് ക്യാൻഡിൽ ഇതിന് താഴേക്കാണ് സസ്റ്റെയിൻ ചെയ്തത്. നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ ക്യാൻഡിലിന് താഴെയാണ് അതിൻ്റെ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്, ഈ ലൈനും താഴെയാണ്. ഓക്കെ, അപ്പോൾ ഈ താഴെ കിട്ടിയിരിക്കുന്ന ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വീണ്ടും സെല്ലിംഗ് പ്രഷർ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ സംബന്ധിച്ച് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ലൈന് താഴെ പോയിട്ടില്ല. ഓക്കെ, അതായത് ഈ ലൈനുകൾ നിങ്ങൾക്ക് രണ്ടും നോക്കി അറിയാൻ പറ്റും. ഇത് നല്ലൊരു പെർഫെക്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 70% ബോഡിയുള്ളൊരു ക്യാൻഡിലാണ്, 70% ബോഡിയുള്ള ക്യാൻഡിലാണ്. അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന ഈ ലൈനിന് താഴെയാണ്, ഈ പറഞ്ഞ സപ്പോർട്ട് ലൈൻ താഴെയാണ്. സോ അപ്പം ഈ പറയുന്നിരിക്കുന്ന അതിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്ന പിന്നീടുള്ള എല്ലാം സെല്ലേഴ്സ് മോർ ആക്റ്റീവായിട്ട് താഴേക്ക് തന്നെ കൊണ്ടുപോയി മാർക്കറ്റിനെ, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിനെ താഴേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് സോണിനും മുകളിലാണ്. അതായത് താഴേക്ക് പോയതിന് ശേഷം അവിടുന്ന് ബയേഴ്സ് ആക്റ്റീവായിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഒരു കൺവെൻഷൻ പ്രകാരം ഇത് ഇവിടുന്ന് ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത.
മുകളിലേക്ക് പോകുന്നത് വെച്ചാൽ ഏകദേശം ഒരു 4100-200 ആ റേഞ്ചൊക്കെ പോവും. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി മൂവ്മെൻറ്റ് നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അപ്സൈഡ് എന്തായാലും പോകും. സോ നേരത്തെ നമ്മുടെ ഹിസ്റ്ററി പറയുന്നത് അതാണ്. ഈ ഒരു ലൈനിൽ നിന്ന് റിജക്ട് ചെയ്ത് ബൈ സൈഡ് പോയിരിക്കാൻ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കേണ്ടുന്ന പോയിന്റ് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നിലവിലത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഒരു ഇൻഡിസിഷൻ ആണ്. ഇവിടെ ബൈ വേണോ സെല്ല് വേണോ എന്നുള്ളൊരു ഇൻഡിസിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു വടംവലി നടക്കുകയാണ് ഇവിടെ എന്ത് വേണം എന്നുള്ളത്. സോ നിലവിലെ ഈ ഒരു ക്യാൻഡലിന്റെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് സോണിന് ജസ്റ്റ് എബോ ആണ്. അപ്പം അതിന്റെ മീനിങ് ആ ബയ്യേഴ്സ് താഴ്ന്നവര് കൊണ്ടുവന്ന് ബൈയിങ് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചെന്നുള്ളത്. ഇപ്പം ഇവിടെ നിന്ന് ഇനി മോഡലിലേക്ക് പോകണമെങ്കിൽ അതുപോലെ അക്യുമുലേഷൻ ഇവിടെ വേണം. ഈ ക്യാൻഡലിനെ എബോ ക്ലോസിങ് ബയ്യേഴ്സിന്റെ പ്രസൻസ് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. സോ എൻ്റെ കൺവെൻഷൻ പ്രകാരം ഇവിടെ നിന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. ബൈയിങ് അക്യുമുലേഷൻ ഇവിടെ തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ഈ ഒരു റേഞ്ച് 913 അല്ലെങ്കിൽ 900 ആ റേഞ്ചിലേക്ക് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഇത് എന്താണോ ചാർട്ട് ടെക്നിക്കലി പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കി അതിന് സ്റ്റഡി ചെയ്തിട്ട് ബൈ എടുക്കേണ്ടത് എടുക്കാം. ഞാൻ എന്നാലും എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇത് ഈ ഒരു ലൈനിൽ പ്രൈസ് ആക്ഷൻ നോക്കുക. ഈ പ്രൈസ് ആക്ഷൻ അപ്സൈഡ് ആവാനുള്ള സാധ്യത കൂടുതൽ. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണ് വർക്ക് ചെയ്യുന്നത്, ആ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുക. താഴേക്കാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് നോക്കുക. ഈ സപ്പോർട്ടിൽ എങ്ങനെയാണ് റിജക്ഷൻ നടക്കുന്നത് നോക്കുക. താഴേക്ക് വരാൻ സാധ്യത തീരെ കുറവാണ്. ഇവിടുന്ന് ബൈ എടുത്ത് മുകളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ, പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ.